നമസ്കാരം. എക്കാലത്തും UDF മുന്നണിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഉറച്ചു നിന്ന ചരിത്രമാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനുള്ളത്. UDFിന്റെ വലിയ ജനകീയ മുഖങ്ങളിലൊന്നായിരുന്നു അന്തരിച്ച TM ജേക്കബ്. എന്നിട്ടും അർഹമായ പൂർണ്ണകാല മന്ത്രിസ്ഥാനത്തിന് അതിനു പകരം അനൂപിന് കസേര പങ്കിടേണ്ടി വരുന്നത് രാഷ്ട്രീയമായി എത്രത്തോളം ശരിയാണെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഭരണപരിചയവും പാരമ്പര്യവും മുൻപ് മന്ത്രിയായിരുന്ന കഴിവ് തെളിയിച്ച വ്യക്തിയാണ് അനൂപ് ജേക്കബ്. അദ്ദേഹത്തെ പോലൊരു നേതാവിന് 2.5 വർഷത്തെ താൽക്കാലിക പദവി നൽകുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, മലയാളികൾക്കിടയിൽ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഭൂരിപക്ഷമുണ്ടെന്ന് കരുതി ചെറുകക്ഷികളെ രണ്ടാം കിടക്കാരായി കാണുന്ന ശൈലി അത് UDFിന് അത് പാരമ്പര്യമുള്ളതല്ല. 2001 കാട്ടിയ ആ വലിയ മനസ്സ് 2026 കോൺഗ്രസ് നേതൃത്വത്തിന് നഷ്ടമാകുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ. 2001 ഒറ്റ സീറ്റിൽ ജയിച്ച ഘടകകക്ഷിയെ പോലും നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൈകൾ ഇന്ന് ചരിത്ര വിജയത്തിന്റെ തിളക്കത്തിലും ഘടകകക്ഷികളെ പിണക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരെ മാനസികമായി തകർക്കുന്ന രീതിയിലേക്ക് മാറുകയാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുന്നത്. 2001 തെരഞ്ഞെടുപ്പിൽ UDFിന് ലഭിച്ചത് 99 സീറ്റുകളായിരുന്നു. ഇതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 63, ഇപ്പോഴത്തെ കണക്ക് 63 സീറ്റുകൾ നേടി കരുത്ത് കാട്ടിയിരുന്നു. തൊട്ടു പിന്നിൽ 16 സീറ്റുകളുമായി മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കഴക്കൂട്ടത്ത് നിന്ന് UDF റിബലായി മത്സരിച്ച് ജയിച്ച കോൺഗ്രസ്സുകാരൻ MA വാഗിദ് അദ്ദേഹം പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഭൂരിപക്ഷം, അതായത് UDFിന്റെ അംഗബലം 100 ഉയർന്നു. ഒറ്റ സീറ്റിൽ ജയിച്ച ഘടകകക്ഷിയെ പോലും ആന്റണി സർക്കാർ കൂടെ കൂട്ടിയിരുന്നു. ആ സ്ഥാനത്താണ് ഇന്ന് LDF മുൻപ് നടപ്പാക്കിയ 2.5 വർഷം പങ്കിടിയിൽ ആ കസേര വിഭജനം അത് കടമെടുക്കുന്നത്. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം. വിജയത്തിന്റെ തിളക്കത്തിലും ഘടകകക്ഷികളെ അർഹമായ ആദരവോടെ കൂടെ നിർത്താൻ കോൺഗ്രസ് നേതൃത്വം മനസ്സ് കാണിക്കണം. അതിന് തയ്യാറാകണമെന്ന വികാരമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. എല്ലാ ഘടകകക്ഷികൾക്കും അർഹമായ മന്ത്രിസ്ഥാനം നൽകി മുന്നണി മര്യാദ കാത്തു സൂക്ഷിക്കാൻ സതീശനും സംഘവും തയ്യാറാകുമോ, അതോ അസംതൃപ്തികളുടെ പുകച്ചിലോടെ പുതിയ സർക്കാർ യാത്ര തുടങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതിനായി ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക്.